നമസ്കാരം. ലോകത്തെ തന്നെ ഞെട്ടിച്ച 3 പ്രധാന വാർത്തകളാണ് ഇന്ന് ലോകയിൽ. ഒന്ന്, ഇന്ത്യൻ ആകാശത്തെ പുതിയ ആകാശ രാജാവായി മാറാൻ 114 റഫാലുകൾ വരുന്നു. അതും ഭൂമി തുളച്ചു കയറുന്ന മാരകമായ ഹാമർ മിസൈലുകളുടെ കരുത്തിൽ. രണ്ടാമതായി, റഷ്യൻ പ്രതിപക്ഷ നേതാവ് നവാൽനിയുടെ മരണത്തിന് പിന്നിലെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു സൗത്ത് അമേരിക്കൻ തവള വിഷത്തിന്റെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു. ഒപ്പം തന്നെ സ്വന്തം നാട്ടിൽ സർവാധികാരിയായി വാഴുന്ന പാക് സൈനിക മേധാവി അസീം മുനീറിന് ജർമ്മനിയിലെ മ്യൂണിക്കിൽ വെച്ച് നേരിടേണ്ടി വന്ന ആ ഒരു ID കാർഡ് ഷോക്കിന്റെ വിശേഷങ്ങളും. പ്രതിരോധവും മിസ്റ്ററിയും നയതന്ത്രവും കലർന്ന ഈ വാർത്തകൾ നമുക്കൊന്ന് പരിശോധിക്കാം. വെൽക്കം ടു ലൂക്ക. ആകാശത്ത് ഇന്ത്യൻ കരുത്തിന്റെ ഗർജനം ഇനി ഒരൽപ്പം കൂടി ഉച്ചത്തിൽ കേൾക്കാം. റഫാൽ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ശത്രു രാജ്യങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം വരും. ഇപ്പോൾ ഇതാ ഭയം ഇരട്ടിയാക്കാൻ പോവുകയാണ് ഇന്ത്യൻ വ്യോമസേന. വെറും ഒരു ആയുധ കച്ചവടമല്ല ഇത്, മറിച്ച് ഏഷ്യൻ മേഖലയിലെ പവർ ബാലൻസ് തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സ്ട്രാറ്റജിക് മാസ്റ്റർ സ്ട്രോക്ക് ആണ്. കേന്ദ്ര ബജറ്റിലെ വമ്പൻ വിഹിതവും പിന്നാലെ വന്ന 3.6 ലക്ഷം കോടിയുടെ അംഗീകാരവും സൂചിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ: ഇന്ത്യൻ ആകാശം ഇനി ഫ്രഞ്ച് കരുത്തിൽ കൂടുതൽ സുരക്ഷിതമാകും. ലഡാക്കിലെ മഞ്ഞുമലകൾ മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആഴക്കടൽ വരെ ഇന്ത്യ തീർക്കുന്ന ഒരു അദൃശ്യമായ പ്രതിരോധ കോട്ടയാണിത്. എന്തുകൊണ്ട് റഫാൽ വീണ്ടും നമ്മുടെ ഗെയിം ചേഞ്ചർ ആകുന്നു? ചൈനയുടെയും പാകിസ്ഥാന്റെയും ഉറക്കം കെടുത്തുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അടിയന്തര സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന് ശരിക്കും വേണ്ടത് 42 സ്ക്വാഡ്രോണുകളാണ്. എന്നാൽ നിലവിൽ അത് വെറും 29 എത്തി നിൽക്കുന്നു. വർഷങ്ങളായി നമ്മുടെ കാവൽക്കാരായിരുന്ന ഫ്ലൈയിങ് കോഫിൻ എന്നറിയപ്പെട്ടിരുന്ന MiG-21 വിമാനങ്ങൾ പടിയിറങ്ങി. ഉടൻ തന്നെ MiG-29, മിറാഷ് 2000 എന്നിവയും വിരമിക്കും. ഈ ഒരു ഗ്യാപ്പ് നികത്താൻ നമുക്ക് ഉടൻ തന്നെ വമ്പൻ വിമാനങ്ങൾ വേണം. ഈ സാഹചര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് ഫെബ്രുവരി 1 ബജറ്റിൽ പ്രതിരോധ മേഖലയ്ക്കായി $85 ബില്യൺ സർക്കാർ നീക്കിവച്ചത്. ചൈനയെയും പാകിസ്ഥാനെയും പോലെ 2 വശത്തു നിന്നും വെല്ലുവിളികൾ ഉള്ളപ്പോൾ ഒട്ടും സമയം കളയാനില്ല എന്ന് ഇന്ത്യക്ക് വ്യക്തമായി അറിയാം. ഇത്തവണത്തെ റഫാൽ ഡീലിന്റെ ഹൈലൈറ്റ് മേക്ക് ഇൻ ഇന്ത്യയാണ്. നേരത്തെ നമ്മൾ 36 വിമാനങ്ങൾ വാങ്ങിയത് ഫ്രാൻസിൽ നിന്ന് നേരിട്ടായിരുന്നു. എന്നാൽ ഇത്തവണത്തെ 114 വിമാനങ്ങളിൽ 18 എണ്ണം മാത്രമേ ഫ്രാൻസിൽ നിന്ന് വരൂ. ബാക്കി 96 എണ്ണവും നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. ഫ്രാൻസിന് പുറത്ത് റഫാൽ നിർമ്മിക്കുന്ന ആദ്യത്തെ രാജ്യമായി ഇന്ത്യ അങ്ങനെ മാറാൻ പോവുകയാണ്. ഇത് കേവലം വിമാനങ്ങൾ വാങ്ങുക മാത്രമല്ല, ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. 40 മുതൽ 50% വരെ വിദേശ വിമാന ഭാഗങ്ങൾ ഇന്ത്യൻ നിർമ്മിതമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് കേവലം വിമാനങ്ങളുടെ എണ്ണം കൂട്ടുക മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന മേഖലയ്ക്ക് വലിയൊരു ഊർജ്ജം നൽകുകയും ചെയ്യും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഇത് വലിയൊരു ലോട്ടറി തന്നെ ആയിരിക്കും. ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കുന്നതിലൂടെ ഭാവിയിൽ സ്വന്തമായി അത്യാധുനിക വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി ഇന്ത്യക്ക് ലഭിക്കും. സർക്കാരുകൾ നേരിട്ട് ഇടപെടുന്ന G2G സംവിധാനത്തിലൂടെയാണ് ഈ കരാർ മുന്നോട്ട് പോകുന്നത്. ഇത് ഇടനിലക്കാരെ ഒഴിവാക്കാനും അതുപോലെ സുതാര്യത ഉറപ്പാക്കാനും സഹായിക്കുന്നു. 2028ഓടെ നാവികസേനയ്ക്കുള്ള റഫാൽ വിമാനങ്ങൾ എത്തിത്തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഏകദേശം 3.5 വർഷത്തിന് ശേഷം വ്യോമസേനയ്ക്കുള്ള വിമാനങ്ങളും സജ്ജമാകും. ഇന്ത്യയുടെ റഫാൽ അന്വേഷണം തുടങ്ങിയിട്ട് ഏകദേശം 2 പതിറ്റാണ്ടുകളായി. 2007-8 കാലഘട്ടത്തിൽ MMRCA പദ്ധതിയുടെ ഭാഗമായാണ് 126 യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ചർച്ചകൾ ആരംഭിച്ചത്. അന്ന് റഫാൽ എല്ലാ പരീക്ഷണങ്ങളിലും വിജയിച്ചിരുന്നുവെങ്കിലും സാങ്കേതികവും രാഷ്ട്രീയമായ തടസ്സങ്ങൾ ഇത് കാരണം ആ കരാർ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. തുടർന്ന് 2016 നേരിട്ട് 36 വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചതോടെയാണ് റഫാൽ ഇന്ത്യൻ ആകാശത്തിന്റെ ഭാഗമായത്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 114 വിമാനങ്ങളുടെ കരാർ യഥാർത്ഥത്തിൽ പഴയ ലക്ഷ്യത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക് തന്നെയാണ്. 1999 കാർഗിൽ യുദ്ധകാലത്ത് മിറാഷ് 2000 വിമാനങ്ങൾ കാഴ്ചവെച്ച മികവാണ് ഫ്രഞ്ച് വിമാനങ്ങളോടുള്ള ഇന്ത്യൻ വിശ്വാസം വർദ്ധിപ്പിച്ചത്. ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കാനുള്ള ശേഷിയും കൃത്യതയാർന്ന ആക്രമണങ്ങളും മിറാഷ് വിമാനങ്ങളെ ഇന്ത്യയുടെ വിശ്വസ്ത പോരാളികളാക്കി. ആ പാരമ്പര്യത്തിന്റെ ആധുനിക മുഖമാണ് റഫാൽ. ദീർഘദൂര മിസൈലുകൾ വഹിക്കാനുള്ള ശേഷിയും ആധുനിക റേഡാർ സംവിധാനങ്ങളും റഫാലിനെ ശത്രുക്കൾക്ക് പേടി സ്വപ്നമാക്കുന്നു. പാകിസ്ഥാന്റെ J-10 വിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ റഫാൽ സാങ്കേതികമായി ഏറെ മുന്നിലാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഇനി എന്തിനാണ് ഇന്ത്യ വീണ്ടും റഫാലിനെ തന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരങ്ങൾ ഒരുപാടാണ്. ഒന്നാമതായി, സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ, ശത്രുക്കളുടെ റേഡാർ കണ്ണുകളെ വെട്ടിച്ച് പറക്കാനുള്ള അസാമാന്യമായ കഴിവ്. രണ്ടാമതായി, കണ്ണിൽ കാണാത്ത ദൂരത്തിരുന്നു പോലും ശത്രുവിനെ തകർക്കാൻ ശേഷിയുള്ള
മെറ്റിയോർ മിസൈലുകൾ. മൂന്നാമതായി ഇതിനകം തന്നെ റഫാൽ ഇന്ത്യയിൽ ഉള്ളതുകൊണ്ട് പൈലറ്റുമാർക്ക് പുതിയ ട്രെയിനിങ്ങിന്റെയോ സ്പെയർ പാർട്സിനായുള്ള പുതിയ സെറ്റപ്പിന്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല. ഇത് കോടിക്കണക്കിന് രൂപ ലാഭിക്കാൻ നമ്മളെ സഹായിക്കും. റഫാലിന്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒന്നാണ് അതിലെ ആയുധങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹാമർ മിസൈലുകൾ. വെറും ഒരു മിസൈൽ അല്ല ഇത്. ആകാശത്ത് നിന്ന് തൊടുത്തുവിട്ടാൽ ശത്രുവിന്റെ ഭൂമിക്ക് അടിയിലുള്ള ബങ്കറുകൾ വരെ തുളച്ചു കയറി തകർക്കാൻ ഈ ഹാമറിന് കഴിയും. ഹാമർ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു ഹൈലി അജൈൽ മോഡുലർ മ്യൂണീഷൻ ആണ്. അതായത് ഏത് ദുർഘടമായ സാഹചര്യത്തിലും അങ്ങേയറ്റം കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഇതിന് സാധിക്കും. ഏകദേശം 60 മുതൽ 70 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ പോലും റഫാലിന് ഇതിലൂടെ തകർക്കാൻ സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ലേസർ വഴിയോ GPS വഴിയോ ഗൈഡഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ശത്രുവിന്റെ കണ്ണ് വെട്ടിച്ച് കൃത്യം ലക്ഷ്യത്തിൽ തന്നെ ഇത് പതിക്കും. ചൈനയുമായുള്ള കിഴക്കൻ ലഡാക്ക് അതിർത്തിയിലെ സംഘർഷ സമയത്താണ് അടിയന്തരമായി ഇന്ത്യ ഈ മിസൈലുകൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയിരുന്നത്. ഇന്ന് നമ്മുടെ ഓരോ റഫാൽ വിമാനവും ഈ മാരകമായ ഹാമർ മിസൈലുകളാൽ സജ്ജമാണ്. 114 പുതിയ വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം വേറെ ലെവലിലാകും. കാർഗിൽ യുദ്ധത്തിൽ നമ്മളെ തുണച്ച മിറാഷ് വിമാനങ്ങളുടെ അതേ വിശ്വസ്തത തന്നെയാണ് റഫാലിലും ഇന്ത്യ കാണുന്നത്. വ്യോമസേനയ്ക്ക് മാത്രമല്ല നമ്മുടെ നാവികസേനയ്ക്കും റഫാൽ അനിവാര്യമാണ്. INS വിക്രാന്തിനും വിക്രമാദിത്യയ്ക്കും വേണ്ടി 26 റഫാൽ മരീൻ വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ ഏത് നീക്കത്തെയും പ്രതിരോധിക്കാൻ ഇന്ത്യ സജ്ജമാകും. ഇതോടെ കടലിലും ആകാശത്തിലും റഫാൽ എന്ന പേര് മുഴങ്ങും. റഫാൽ കരാർ വെറും ഒരു സാമ്പത്തിക ഇടപാടല്ല, മറിച്ച് ഇന്ത്യയുടെ സൈനിക ആധുനികവൽക്കരണത്തിന്റെ നട്ടെല്ലാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇത്തവണത്തെ സന്ദർശനത്തിൽ ഈ കരാറിന് കൂടുതൽ വ്യക്തത വരും. റഷ്യൻ വിമാനങ്ങളിൽ നിന്നുള്ള മാറ്റവും തദ്ദേശീയ ഉൽപാദനത്തിലുള്ള വർധനവും ഇന്ത്യ ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഒരു പ്രമുഖ ശക്തിയായി മാറ്റും. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ സന്ദർശനവേളയിൽ ഈ കരാറിന് കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ ആകാശ സുരക്ഷ ഉറപ്പിക്കുന്നതിനൊപ്പം തന്നെ ആഗോളതലത്തിൽ തന്ത്രപരമായ സ്വയംഭരണാധികാരം നിലനിർത്താനും ഈ റഫാൽ ഇടപാട് ഇന്ത്യയെ സഹായിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ റഫാൽ ഇടപാട് ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലെ പുതിയൊരു അധ്യായമാണ്. സ്വന്തമായി 5ാം തലമുറ വിമാനമായ AMC അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതുവരെ ഇന്ത്യയുടെ ആകാശ സുരക്ഷയ്ക്ക് ഒരു വിശ്വസ്ത പോരാളിയെ വേണം. ആ റോള് റഫാലിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്യാൻ മറ്റാർക്കും കഴിയില്ല. ലോകത്തെ തന്നെ നടുക്കിയൊരു വാർത്ത. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ മരണം വെറും ഒരു മരണമല്ല, അതൊരു ഹൈടെക് കൊലപാതകമായിരുന്നു എന്നതിന് ഇപ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത, നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു മാരകമായ വിഷം ഉപയോഗിച്ച്. അലക്സി നവാൽനി പുടിൻ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്ന വ്ളാഡിമിർ പുടിന്റെ ഉറക്കം കെടുത്തിയ ആ വിപ്ലവകാരി യാത്ര പറഞ്ഞിട്ട് 2 വർഷം തികയുകയാണ്. പക്ഷേ ആ മരണം ഒരു മിസ്റ്ററിയായി തുടരുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ UK, ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ, നെതർലൻഡ്സ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവർ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ കേട്ട് ലോകം ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. നവാൽനിയുടെ മരണം വെറും ഒരു മരണമല്ല, അതൊരു അതിക്രൂരമായ കൊലപാതകമായിരുന്നു എന്നതിന് ഇപ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. നവാൽനിയെ കൊന്നത് സൗത്ത് അമേരിക്കൻ വനങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു തരം തവളയുടെ വിഷം ഉപയോഗിച്ചാണെന്നാണ് പുതിയ കണ്ടെത്തൽ. റഷ്യൻ ഇന്റലിജൻസ് എന്തിനാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷം തിരഞ്ഞെടുത്തത്? ഈ വാർത്തയുടെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. സംഗതി വളരെ സിമ്പിൾ ആയി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു ഇന്റർനാഷണൽ കോൺസ്പിറസി ഉണ്ടെന്നാണ് ഇന്റലിജൻസ് ഏജൻസികൾ പറയുന്നത്. ദി ഗാർഡിയൻ, BBC തുടങ്ങിയ മുൻനിര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം എപ്പിബാറ്റിഡൈൻ എന്ന മാരകമായ വിഷമാണ് നവാൽനിയുടെ ശരീരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സാധാരണയായി കാണപ്പെടുന്നത് ഇക്വഡോറിലെ വനങ്ങളിൽ കാണപ്പെടുന്ന പോയിസൺ ഡാർട്ട് ഫ്രോഗ്സ്, ഈ തവളയുടെ തൊലിയിലാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, റഷ്യയിലെ ഈ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഈ ആമസോൺ തവളയുടെ വിഷം കിട്ടിയെന്ന്. അവിടെയാണ് ട്വിസ്റ്റ്. ഈ വിഷം റഷ്യയിൽ സ്വാഭാവികമായി എവിടെയും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ഓപ്പറേഷനിലൂടെ മാത്രമേ ഇത് നവാൽനിയുടെ ശരീരത്തിൽ എത്തിക്കാൻ കഴിയൂവെന്ന് ഈ രാജ്യങ്ങൾ വാദിക്കുന്നു. നവാൽനിയുടെ ശരീരത്തിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ വർഷങ്ങളോളം ലാബുകളിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത ശേഷമാണ് ഈ നിഗമനത്തിലെത്തിയത്. ഇത് ചെയ്യാൻ ആവശ്യമായ സാഹചര്യവും കൃത്യമായ ലക്ഷ്യവും ഇതിനു പിന്നിൽ പ്രവർത്തിക്കാനുള്ള കരുത്തും റഷ്യൻ ഭരണകൂടത്തിന് മാത്രമാണുള്ളത് എന്നാണ് ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി യുവെറ്റ് കൂപ്പർ വ്യക്തമാക്കിയത്. അതായത് ഇത്രയും ഹൈ സെക്യൂരിറ്റി ഉള്ള സൈബീരിയൻ ജയിലിൽ ലോകത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഒരു തവളയുടെ വിഷം ഇത് എത്തിക്കണമെങ്കിൽ അത് ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഇല്ലാതെ അസാധ്യമാണ്. നവാൽനിയുടെ ഭാര്യ യൂലിയ ഈ റിപ്പോർട്ടിനോട് പ്രതികരിച്ചത് വളരെ വികാരാധീനയായിട്ടാണ്. എന്റെ ഭർത്താവിനെ പുടിൻ ഒരു കെമിക്കൽ വെപ്പൺ ഉപയോഗിച്ച് കൊന്നു എന്നതിന് ഇപ്പോൾ ശാസ്ത്രീയമായ തെളിവ് ലഭിച്ചിരിക്കുന്നുവെന്നാണ് അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഈ വിഷം ശരീരത്തിൽ എത്തിയാൽ ശ്വാസതടസ്സവും തളർച്ചയും അനുഭവപ്പെട്ട് വളരെ ദാരുണമായ ഒരു മരണമാണ് സംഭവിക്കുക.
റഷ്യ ഈ ആരോപണങ്ങളെല്ലാം നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നവാൽനി കുഴഞ്ഞു വീണ് മരിച്ചതാണെന്നാണ് അവരുടെ ഔദ്യോഗിക ഭാഷ്യം. എന്നാൽ നോവിചോക്ക് എന്ന നെർവ് ഏജന്റ് ഉപയോഗിച്ച് ഇതിനു മുമ്പും നവാൽനിയെ വധിക്കാൻ ശ്രമം നടന്നത് നമ്മൾ മറന്നിട്ടില്ല. ഇപ്പോൾ ഈ ഫ്രോഗ് ടോക്സിന്റെ കാര്യം കൂടി പുറത്തു വന്നതോടെ ലോകരാജ്യങ്ങൾ റഷ്യക്കെതിരെ വലിയ നടപടികൾക്ക് ഒരുങ്ങുകയാണ്. ഇനി എന്താണ് ഈ എപിബാറ്റിഡൈൻ? ഇതിന്റെ ഉറവിടം എവിടെയാണ്? സംഗതി വരുന്നത് ഇക്വഡോറിലെ ആമസോൺ വനങ്ങളിൽ കാണപ്പെടുന്ന ഫാന്റസ്വെൽ പോയിസൺ ഫ്രോഗ് എന്ന കൊച്ചു തവളയിൽ നിന്നാണ്. കാണാൻ നല്ല ക്യൂട്ടാണെങ്കിലും ഈ കക്ഷി ഭയങ്കര ഡേഞ്ചറസ് ആണ്. പണ്ടുകാലത്ത് ആമസോണിലെ ആദിവാസികൾ തങ്ങളുടെ വേട്ടയാടാനുള്ള അമ്പുകളിൽ ഈ തവളയുടെ വിഷം പുരട്ടുമായിരുന്നു. അതുകൊണ്ടാണ് ഇവയെ പോയിസൺ ഡാർട്ട് ഫ്രോഗ്സ് എന്ന് വിളിക്കുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഈ വിഷത്തിന് മോർഫിനേക്കാൾ 200 ഇരട്ടി പവർ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. വെറും ഒരു തരി വിഷം മതി ഒരു മനുഷ്യനെ തളർത്താൻ. ഇത് ശരീരത്തിലെത്തിയാൽ ശ്വാസകോശത്തിലെ മസിൽസ്, പേശികളെ ഇത് പാരലൈസ് ചെയ്യും. ശ്വാസം കിട്ടാതെ അതിദാരുണമായ ഒരു മരണമായിരിക്കും സംഭവിക്കുക. 1970കളിൽ ഇത് വേദന സംഹാരിയായി ഉപയോഗിക്കാൻ ശാസ്ത്രജ്ഞർ നോക്കിയതാണ്. പക്ഷേ ഇതിന്റെ സേഫ്റ്റി മാർജിൻ വളരെ കുറവായതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു. എന്നാൽ ഒരു സീക്രട്ട് വെപ്പണായി ഇത് റഷ്യ ഇപ്പോൾ ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തൽ. നവാൽനി കൊല്ലപ്പെട്ട 2 വർഷം കഴിഞ്ഞാണ് ഈ റിപ്പോർട്ട് വരുന്നത്. ഇതിന് കാരണം ഈ വിഷം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. റഷ്യയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന നോവിചോക്ക് എന്ന വിഷം പോലെ എളുപ്പത്തിൽ ഇത് തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷെ നവാൽനിയുടെ ശരീരത്തിൽ നിന്ന് രഹസ്യമായി ശേഖരിച്ച സാമ്പിളുകൾ യൂറോപ്പിലെ ലബോറട്ടറികളിൽ വെച്ച് നടത്തിയ അതിസങ്കീർണമായ ടെസ്റ്റുകൾക്കൊടുവിലാണ് ഈ സത്യാവസ്ഥ പുറത്തു വന്നത്. 2024 ഫെബ്രുവരിയിലാണ് നവാൽനി മരിക്കുന്നത്. അന്നു മുതൽ ഈ നിമിഷം വരെ ആ മരണത്തെക്കുറിച്ച് പല കഥകളാണ് റഷ്യൻ അധികൃതർ പുറത്തുവിട്ടത്. ആദ്യം റഷ്യൻ ജയിൽ അധികൃതർ പറഞ്ഞത് നവാൽനി ജയിലിനുള്ളിൽ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണെന്നും പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു എന്നുമാണ്. ഉടനെ തന്നെ റഷ്യൻ സ്റ്റേറ്റ് മീഡിയ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു, മരണകാരണം ഒരു ബ്ലഡ് ക്ലോട്ട് ആണെന്ന്. എന്നാൽ ഈ വാദം അപ്പോൾ തന്നെ പൊളിഞ്ഞു. നവാൽനിയെ മുൻപ് ചികിത്സിച്ചിട്ടുള്ള ഡോക്ടർ അലക്സാണ്ടർ പോലിപാൻ രംഗത്തെത്തി. നവാൽനിയുടെ മെഡിക്കൽ ഹിസ്റ്ററി വെച്ച് നോക്കിയാൽ ഈ ബ്ലഡ് ക്ലോട്ട് കഥ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. പിന്നീട് റഷ്യൻ ഇൻവെസ്റ്റിഗേറ്റീവ് കമ്മിറ്റി ഒരു പുതിയ പല്ലവി ഇറക്കി, കോമ്പിനേഷൻ ഓഫ് ഡിസീസസ്, പലതരം അസുഖങ്ങൾ ഒത്തുചേർന്നതാണ് മരണകാരണം എന്നായിരുന്നു അവരുടെ പുതിയ കണ്ടുപിടുത്തം. എന്നാൽ നവാൽനിയുടെ കുടുംബവും അനുയായികളും ഇത് കേട്ടപാടെ തള്ളി. റഷ്യൻ അധികൃതർ സത്യം മൂടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഈ മരണത്തിൽ വ്ളാഡിമിർ പുടിനെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കി. കൊലപാതകം എന്നല്ലാതെ മറ്റൊരു വാക്കും ഇതിന് ചേരില്ലെന്നായിരുന്നു പല നേതാക്കളുടെയും അഭിപ്രായം. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം റഷ്യൻ ഭരണകൂടം തള്ളിക്കളഞ്ഞു. ഈ ആരോപണങ്ങൾ വെറും ഭ്രാന്തൻ പ്രസ്താവനകൾ മാത്രമാണ് എന്നാണ് ക്രെംലിൻ തിരിച്ചടിച്ചത്. ഇത്രയധികം കള്ളങ്ങൾ റഷ്യ പറഞ്ഞിരുന്ന ആ കേസിനാണ് ഇപ്പോൾ 2 വർഷത്തിനു ശേഷം ഈ തവള വിഷത്തിന്റെ പുതിയ തെളിവുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു സംഭവം കാണിക്കുന്നത് നവാൽനിയുടെ കുടുംബം ഭയന്നത് പോലെ തന്നെ ഇതൊരു പ്ലാൻഡ് മർഡർ ആയിരുന്നുവെന്നാണ്. എന്തായാലും ഈ പുതിയ കണ്ടെത്തലോടെ റഷ്യ ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസിൽ റിപ്പോർട്ട് ചെയ്യാനാണ് ഈ 5 രാജ്യങ്ങളുടെ തീരുമാനം. ഇത് വെറും ഒരു കൊലപാതകമല്ല, മറിച്ച് പൊളിറ്റിക്കൽ എതിരാളികളെ ഇല്ലാതെയാക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരു ഭരണകൂടത്തിന്റെ ക്രൂരതയാണെന്ന് ഈ രാജ്യങ്ങൾ ആരോപിക്കുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ പുടിൻ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. തന്റെ എതിരാളികളെ നിശബ്ദമാക്കാൻ പ്രകൃതിയിലെ കൊച്ചു ജീവികളെ പോലും മരണദൂതന്മാരാക്കുന്ന ഈ രീതി ലോകത്തെ ഒന്നടങ്കം ഭയപ്പെടുത്തുന്നു. എന്തായാലും ഈ വിഷയം ലോക രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. വ്ളാഡിമിർ പുടിന് ഈ തെളിവുകളെ എത്ര കാലം തള്ളിക്കളയാൻ പറ്റും? നവാൽനി എന്ന പോരാളി ഇന്നില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലെ സത്യം ലോകം അറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകുന്ന ഒരു സിസ്റ്റത്തിന്റെ ക്രൂരതയാണ് നവാൽനിയുടെ കേസ് നമുക്ക് കാണിച്ചു തരുന്നത്. ആഗോള രാഷ്ട്രീയത്തിൽ ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കുന്നത് അവിടുത്തെ ഭരണാധികാരികൾക്ക് ലോകവേദികളിൽ ലഭിക്കുന്ന ആദരവ് നോക്കിയിട്ടാണ്. എന്നാൽ പാകിസ്ഥാന്റെ കാര്യത്തിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. സ്വന്തം രാജ്യത്ത് സർവാധികാരിയായി വാഴുന്ന ഒരാൾ വിദേശത്ത് ചെന്നപ്പോൾ ഒരു സാധാരണക്കാരനായി മാറി. അതെ, പാകിസ്ഥാനിലെ ഏറ്റവും കരുത്തനായ വ്യക്തി, അവിടുത്തെ സൈനിക മേധാവി ജനറൽ അസീം മുനീറിനാണ് ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ കോൺഫറൻസിനിടെ ഉണ്ടായ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരുകയാണ്. പ്രവേശന കവാടത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു സാധാരണ സുരക്ഷാ ഉദ്യോഗസ്ഥ പാക് സൈനിക മേധാവിയെ തടഞ്ഞു നിർത്തി ചോദിച്ചു, നിങ്ങളുടെ ID കാർഡ് എവിടെ? പാകിസ്ഥാനിൽ പ്രോട്ടോകോളുകൾക്കും മുകളിൽ നിൽക്കുന്ന ജനറൽ മുനീറിന് ലോകവേദിയിൽ ലഭിച്ച ഈ സാധാരണക്കാരൻ പരിഗണന സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായിരിക്കുകയാണ്. വെറും ഒരു ID കാർഡ് പരിശോധന എന്നതിലുപരി പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ന് നേരിടുന്ന ആഗോള പ്രതിസന്ധിയുടെയും കുറഞ്ഞുവരുന്ന അന്താരാഷ്ട്ര സ്വാധീനത്തിന്റെയും അടയാളമായിട്ടാണ് ഈ സംഭവത്തെ ലോകം കാണുന്നത്. എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം? എന്താണ് മ്യൂണിക്കിൽ ശരിക്കും സംഭവിച്ചത്? പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ ഇത്രയ്ക്ക് മോശമാണോ? പരിശോധിക്കാം.
മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ് MSC എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷാ നയരൂപീകരണ വേദികളിൽ ഒന്നാണ്. രാഷ്ട്രതലവന്മാരും പ്രതിരോധ വിദഗ്ധരും പങ്കെടുക്കുന്ന ഈ വേദിയിൽ സെക്യൂരിറ്റി വളരെ ടൈറ്റാണ്. ജനറൽ മുനീർ തന്റെ അകമ്പടിക്കാരോടൊപ്പം ഹാളിലേക്ക് പ്രവേശിക്കാൻ എത്തിയതായിരുന്നു. എന്നാൽ ഗേറ്റിൽ വെച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥ അദ്ദേഹത്തെ തടഞ്ഞു. നിൽക്കൂ, നിങ്ങളുടെ ID കാർഡ് കാണിക്കൂ എന്നായിരുന്നു ആ ഉദ്യോഗസ്ഥയുടെ നിർദ്ദേശം. ഉദ്യോഗസ്ഥയുടെ വാക്കുകൾക്ക് മുന്നിൽ പാക് ജനറലിന് പതറേണ്ടി വന്നു. കഴുത്തിലിട്ടിരുന്ന ID കാർഡ് തിരിഞ്ഞുപോയതുകൊണ്ടോ കൃത്യമായി കാണാത്തത് കൊണ്ടോ ആണ് ഉദ്യോഗസ്ഥ ഇങ്ങനെ ആവശ്യപ്പെട്ടത്. ഉടൻ തന്നെ ജനറൽ മുനീർ തന്റെ കാർഡ് നേരെയാക്കി കാണിക്കുകയും പരിശോധന പൂർത്തിയാക്കി അകത്തേക്ക് കടക്കുകയും ചെയ്തു. ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാധാരണ സെക്യൂരിറ്റി ചെക്ക് ആണെന്ന് തോന്നാം. പക്ഷേ പാകിസ്ഥാനിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായ ഒരാൾക്ക് ലഭിച്ച ഈ ഒരു അടി സോഷ്യൽ മീഡിയ ആഘോഷമാക്കി മാറ്റുകയാണ്. ഈ സംഭവത്തെ വെറും ഒരു ടെക്നിക്കൽ മിസ്റ്റേക്കായി കാണാൻ സൈന്യത്തിന്റെ വിമർശകർ തയ്യാറല്ല. മുൻ പാക് സൈനിക ഉദ്യോഗസ്ഥനായ ആദിൽ രാജയെ പോലുള്ളവർ പറയുന്നത് ലോകത്തിന് മുൻപിൽ പാക് സൈനിക മേധാവിക്ക് പ്രത്യേക പരിഗണനകളൊന്നുമില്ലാത്ത വെറും ഒരു സാധാരണക്കാരന്റെ പരിവേഷം മാത്രമാണെന്നാണ്. സ്വന്തം രാജ്യത്ത് നിയമങ്ങൾക്ക് അതീതനായി നടക്കുന്ന ഒരാൾക്ക് അന്താരാഷ്ട്ര വേദിയിൽ സ്വയം വെളിപ്പെടുത്താൻ ID കാർഡ് കാണിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ ആഗോള പ്രശസ്തിയിലെ കുറവായിട്ടാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. അസീം മുനീറിന്റെ മ്യൂണിക് സന്ദർശനത്തിനെതിരെ ജർമ്മനിയിൽ വൻ പ്രതിഷേധം നടന്നിരുന്നു. സിന്ധ്, ബലൂചിസ്ഥാൻ എന്നിവിടങ്ങളിൽ പാക് സൈന്യം നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ജയ്സിന്ദ് മുത്തഹിദ മഹസ് JSMM പോലുള്ള സംഘടനകൾ രംഗത്തെത്തി. ഇത്തരം ഒരു വ്യക്തിയെ ജർമ്മനിയിലേക്ക് ക്ഷണിച്ചത് ശരിയായില്ലെന്ന് കാട്ടി ഇവർ ഐക്യരാഷ്ട്രസഭയ്ക്കും യൂറോപ്യൻ യൂണിയനും കത്തയച്ചു. 1971 ബംഗ്ലാദേശ് വംശഹത്യ മുതൽ ഇമ്രാൻഖാന്റെ തടവ് വരെ നീളുന്ന ആരോപണങ്ങളാണ് ഇവർ ഉയർത്തുന്നത്. ഈ പ്രതിഷേധങ്ങൾക്കിടയിലാണ് യാദൃശ്ചികമായി ഈ ഒരു വീഡിയോ പുറത്തു വന്നത് എന്നതും ശ്രദ്ധേയമാണ്. യഥാർത്ഥത്തിൽ മ്യൂണിക് പോലുള്ള വേദികളിൽ റൂൾസ് എല്ലാവർക്കും ഒരുപോലെയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും മറ്റും ജനറൽ മുനീർ അവിടെ ചർച്ചകൾ നടത്തിയിരുന്നുവെന്ന് പാക് സൈന്യത്തിന്റെ ISPR അവകാശപ്പെടുന്നു. എങ്കിലും ഒരു സാധാരണ സുരക്ഷാ ഉദ്യോഗസ്ഥ തന്റെ വിരൽ ചൂണ്ടി ഒരു ജനറലിനെ തടയുന്ന ദൃശ്യം പാകിസ്ഥാന് നൽകുന്ന പ്രതിച്ഛായ ഒട്ടും മികച്ചതല്ല. സാമ്പത്തിക പ്രതിസന്ധിയിലും രാഷ്ട്രീയ അസ്ഥിരതയിലും ഉലയുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ നിലവിലെ അവസ്ഥ കൂടിയാണ് ആ ഗേറ്റിലെ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മ്യൂണിക്കിലെ ഈ സംഭവം പാകിസ്ഥാന് നൽകുന്നത് ഒരു റിയാലിറ്റി ചെക്കാണ്. നിയമങ്ങൾക്കും പ്രോട്ടോകോൾസിനും മുകളിൽ തങ്ങളാണെന്ന ചിന്ത ആഗോള വേദികളിൽ വില പോകില്ലെന്ന് അസീം മുനീറിന് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാകും. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്ത് അതിന്റെ തോക്കുകളിലല്ല, മറിച്ച് ലോകത്തിന് മുൻപിലുള്ള അതിന്റെ മാന്യതയിലാണ്. അത്രയുള്ള കാര്യം. സാങ്കേതിക വിദ്യയും രാഷ്ട്രീയവും ഇത്രയേറെ മാറുന്ന ഈ ഒരു കാലത്ത് ഓരോ വാർത്തയ്ക്കും പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. ഭാരതത്തിന്റെ ആകാശകരുത്ത് വർദ്ധിക്കുന്നത് അഭിമാനകരമായ ഒന്നാണ്. അതേസമയം തന്നെ ആഗോളതലത്തിൽ മനുഷ്യാവകാശങ്ങൾക്കും സുരക്ഷാ ചട്ടങ്ങൾക്കും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മറ്റ് 2 സംഭവങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗുഡ് നൈറ്റ്.